ഈ ത്വരീഖത്ത് എന്ന് പറയുന്ന രംഗത്തേക്ക് നമുക്കറിയാവുന്ന വിധം നമ്മുടെ അറിവുകളെല്ലാം ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നിൽക്കുന്നതോ, മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ആളുകളെ അതിനു വേണ്ടിയിട്ട് ഒരുക്കിയിട്ട് ആളുകൾ ആ വഴിയിലേക്ക് നിൽക്കുന്നതോ എന്നത് ഒരു വലിയ കടമയായോ അനിവാര്യമായ ഒരു കാര്യമായോ നമ്മളെ ഈ ഫന്നിൽ ത്വരീഖത്തിന്റെ മേഖലയിൽ ജീവിച്ച മഹാത്മാക്കളായ ഉലമാക്കൾ അങ്ങനെ ഏറ്റെടുത്തിട്ടില്ല. ഇതെന്റെ പ്രിയപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കണം. മഹത്തുക്കളിൽ മഹത്തുക്കളായ ആരിഫീങ്ങളുടെ ചരിത്രങ്ങൾ വിശദമായി വിവരിക്കുന്ന ഇമാം ഖുശൈരി വിവരിച്ച ഒന്നാമത്തെ ഇമാം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന മഹാനാണ് ആദ്യ മഹാനെ വിവരിച്ചിട്ടുള്ള ആദ്യത്തെ പരിചയപ്പെടുത്തിയ റജുൽ. അവിടെ നിന്നിങ്ങോട്ട് മഹാനായ ഇമാം ഖുശൈരിയുടെ റിസാലയിൽ പറഞ്ഞിട്ടുള്ളവരിൽ അപൂർവം ചില ആളുകൾ ജനങ്ങളെ വിളിച്ചുകൂട്ടി ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ അവർക്ക് വേണ്ട ദീനുകൾ പഠിപ്പിക്കാനും അധ്യാത്മമുറകൾ പഠിപ്പിക്കാനും ഇർഷാദിനായി നിന്നവർ വളരെ ചുരുങ്ങിയവരെ ഈ മേഖലയിലുള്ളൂ. ഇതെന്റെ പ്രിയപ്പെട്ടവർ നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാനിത് വായിച്ച് മനസ്സിലാക്കി കാര്യബോധത്തോടുകൂടെ തന്നെ കൃത്യമായി പറയുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ കുറച്ചുകൂടി ഗൗരവത്തിലെടുത്ത് ചിന്തിക്കണം. കുറേ തെറ്റിദ്ധാരണകൾ ഈ രംഗത്ത് നടക്കുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ പലരും പരത്തുന്നുമുണ്ട്. ഇതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. കൽബ് നന്നാക്കണം, ശരിയാ, അതിന് കാര്യക്കേടില്ല. അസൂയ പോണം, ഉജുബ് പോണം, തകബ്ബുർ പോണം. ഈ പറയുന്ന മാനസിക ഗുണങ്ങൾ പോക്കാനുള്ള മുറകൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളും അപകടങ്ങളും അതിൻ്റെ പാഠങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദീനിൻ്റെ ശരീഅത്തിൻ്റെ ഭാഗമാണ്. ഫർളു ഐനായിട്ടുള്ള ഭാഗം അത് ശരീഅത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് ശരിക്കും നമ്മുടെ കിതാബുകൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഈ ഹസദ്, ഉജുബ്, റിയാ തുടങ്ങിയവയിൽ നിന്ന് പോകാൻ. പക്ഷേ അത് പെട്ടെന്ന് പോകാനും മനസ്സിൻ്റെ അകത്തേക്ക് അത് പെട്ടെന്ന് ആസൂത്രിതമായ അധ്വാനമില്ലാതെ പഠനമില്ലാതെ വെളിച്ചം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാർഗമായി നല്ല 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 ആളുകളുടെ സുഹബത്തും അവരുടെ പരിശീലനവും തിരഞ്ഞെടുക്കുക എന്നതുകൊണ്ട് നേടിയിട്ടുള്ളവരുണ്ട്. റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ അങ്ങനെ നേടിയവരാണ്. എല്ലാവരും അങ്ങനെ നേടൽ നിർബന്ധമല്ലെന്ന് മാത്രമല്ല, ആ വഴിയിലേക്ക് എല്ലാവരെയും അങ്ങനെ തിരിച്ചു വിളിച്ച് ആളുകളെ നയിക്കാനായി നിൽക്കലും നിർബന്ധമല്ല. ഇത് നമ്മൾ പ്രത്യേകം നോക്കേണ്ടതാണ്. നമ്മൾ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ എന്തു പറയും